പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങളെ നിയന്ത്രിക്കുന്നത് മനുഷ്യകരങ്ങളല്ല, നിങ്ങളെ നിയന്ത്രിക്കുന്നത് സർവശക്തനായ ദൈവത്തിന്റെ ആലോചനയാണ്. പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഞങ്ങൾ ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരു ദൈവം വേണമെന്ന് കൊതിക്കുന്നവരാണ്. ദൈനംദിന ജീവിതത്തിൽ വേദപുസ്തകം വായിക്കുകയും മുഴങ്കാലുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുകയും മണിക്കൂറുകൾ ദൈവശബ്ദത്തിന് കാതോർത്ത് മൗനമായിരിക്കുകയും ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവത്തിൽ നിന്നുള്ള ആലോചന നമുക്ക് ലഭിക്കാനാണ്. നിന്റെ ജീവിതയാത്രയിൽ കുടുക്കുണ്ട്, നിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ തടസ്സങ്ങളുണ്ട്, നീ അറിയാത്ത കുടുക്കിൽ ചെന്ന് കയറും, നീ അറിയാതെ നിനക്ക് വല വിരിച്ചിട്ടുണ്ട്, നീ അറിയാതെ നിനക്ക് കെണി വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ചെന്ന് കയറാതിരിക്കണമെങ്കിൽ ദൈവശബ്ദത്തിന് നിന്റെ കാലുകൾ ചലിക്കുവാൻ തുടങ്ങണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ് ഇന്ന് രാവിലത്തെ പ്രവചന ദൂത്. ആ വചനം ശ്രദ്ധിക്കുക. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ കൂടി നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. നിനക്ക് ആലോചന പറഞ്ഞു തരുന്ന ദൈവം. നീ ഒരു സ്റ്റെപ്പ് എടുക്കാൻ തുടങ്ങുമ്പോൾ, ഒരു വഴി തിരിയാൻ പോകുമ്പോൾ ഒരു ശബ്ദം പുറകിൽ നിന്ന് കേൾക്കും. സ്തോത്രം. ഞാൻ ഇന്ന് വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഓർപ്പിക്കാം, അല്പമെങ്കിലും സമയം ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ, ഒരു കോഴ്സ് എടുക്കുമ്പോൾ, ഒരു പുതിയ വീട് വെക്കുമ്പോൾ, കുഞ്ഞിന്റെ വിവാഹം ആലോചിക്കുമ്പോൾ, ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോൾ, സ്തോത്രം, ആരെയും തേടി പോകണ്ട. നിന്റെ വീടിനകത്ത് നീ മുട്ടുകുത്തി വിശുദ്ധ വേദപുസ്തകം കയ്യിലെടുത്ത് മലർത്തിപ്പിടിച്ചുകൊണ്ട് അതിലെ ഒരധ്യായം മനസ്സിരുത്തി വായിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിക്കുമ്പോൾ, ഒന്നുകിൽ നിന്നോട് സ്വപ്നത്തിലൂടെ, അല്ലോട് നിന്റെ പ്രവചനത്തിലൂടെ, അല്ലേ വചനത്തിലൂടെ, അല്ലേ വെളിപ്പാടിലൂടെ നീ പോകേണ്ട വഴി കൃത്യമായി നിനക്ക് വെളിപ്പെടുത്തി തരും. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങളെ നിയന്ത്രിക്കുന്നത് മനുഷ്യകരങ്ങളല്ല, നിങ്ങളെ നിയന്ത്രിക്കുന്നത് സർവശക്തനായ ദൈവത്തിന്റെ ആലോചനയാണ്. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ കൂടെ പൊയ്ക്കൊള്ളുക എന്നൊരു ശബ്ദം പുറകിൽ നിന്ന് കേൾക്കും. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വഴി തെറ്റി യാത്ര ചെയ്യുന്ന ചിലരുണ്ട്, വഴിയിൽ കുടുങ്ങിക്കിടക്കുന്ന ചിലരുണ്ട്. ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന നിമിഷം ഒരു 15 മിനിറ്റ് സമയം ദൈവത്തിന് മുമ്പിൽ ചെലവിടുവാൻ ഒന്ന് തീരുമാനിക്കുക. ആ മുഴങ്കാലുകളൊന്ന് നിൽക്കുക, വിശുദ്ധ വേദപുസ്തകം കയ്യിലൊന്ന് എടുക്കുക, നിനക്ക് മനസ്സിൽ തോന്നുന്ന ഒരു ഭാഗം വായിക്കുക. ഒരു 15 മിനിറ്റ് കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് സംസാരിക്കുക. ഇന്നും എൻ്റെ ദൈവം സംസാരിക്കുന്ന ദൈവമാ, മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ആ ദൈവശബ്ദത്തിനായി കാതോർക്കാം, കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ വഴി തെറ്റിക്കുന്ന, വഴിയിൽ ഞങ്ങളെ ബന്ധിക്കുന്ന, വഴിയിൽ ഞങ്ങളെ കുടുക്കുന്ന ദുഷ്ടശക്തികളുമുണ്ട്. അതൊന്നും ഞങ്ങളെ തൊടാതെ ഞങ്ങൾ വഴി തിരിയുമ്പോൾ വഴിയിൽ നിന്നാകുന്ന ഇതിലേക്കൂടെ പോകാ എന്ന് ഞങ്ങളോട് പറയുന്ന ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ മുഴുങ്ങാനിടയാകണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവശബ്ദത്തിന് കാതോർക്കുക, ദൈവം പറയുന്ന പോലെ ചെയ്യുക. നിന്റെ ജീവിതം ഒരു അത്ഭുതമാകും. ഗോഡ് ബ്ലസ് യു.